നേതാക്കൾ ഓരോരുത്തർക്കും വേണ്ടി ബാറ്റ് ചെയ്യുന്ന കാഴ്ചയല്ലേ ശ്രീ MS വേണുഗോപാൽ കാണുന്നത്? തീർച്ചയായിട്ടും ഇതിനകത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ജനങ്ങൾ ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി വേണോ, ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി വേണോ, ജനപ്രതിനിധികൾ ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി വേണോ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഇതിൽ ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നതും ജനപ്രതിനിധികൾ ആഗ്രഹിക്കുന്നതും ഏതാണ്ട് ഒരുപോലെ വരുന്നു എന്ന് നമുക്കിപ്പോൾ കേൾക്കുമ്പോൾ തോന്നുന്നു. അപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി ആണോ വരേണ്ടത് എന്നുള്ള ചോദ്യം വീണ്ടും അവിടെ നിൽക്കുന്നു. ഇതെല്ലാം വരുത്തി വെച്ചത് ഹൈക്കമാൻഡിൻ്റെ ലോ കമാൻഡുകൾ കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഗോകുമാർ സാർ പറഞ്ഞു ഇവിടെ ശ്രീ സുധാകരൻ മുമ്പ് ബഹളം ഉണ്ടാക്കുന്നത്. സുധാകരൻ ബഹളം ഉണ്ടാക്കിയതിൻ്റെ കാരണം എന്താണ്? സുധാകരനോട് KPC പ്രസിഡന്റ് സ്ഥാനം മാറിക്കൊടുക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് ഹൈക്കമാൻഡാണ് പറഞ്ഞത് നിങ്ങൾക്ക് MP സ്ഥാനം അടുത്ത ഇലക്ഷൻ വരുമ്പം അവിടെ നിന്ന് മത്സരിക്കാനുള്ള അവസരം കൊടുക്കാമെന്ന്. ഇനി 2021 രമേശ് ചെന്നിത്തലയോട് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറിക്കൊടുത്ത് VD സതീശന് കൊടുക്കാൻ പറഞ്ഞപ്പം ഹൈക്കമാൻഡാണ് പറഞ്ഞത് താങ്കൾ വിഷമിക്കേണ്ട, അടുത്ത ഇലക്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ മുഖ്യമന്ത്രിയാക്കുന്നതിനുള്ള കാര്യത്തിൽ പരിഗണിക്കാമെന്ന്. അപ്പോൾ രണ്ടുപേർക്ക് 2 ക്ലെയിം കൊടുത്ത് ഇപ്പോൾ ഈ വാദം വെക്കാനായിട്ടുള്ള അവസരം കൊടുത്തതാരാണ്? ഹൈക്കമാൻഡാണ്. ആ ഹൈക്കമാൻഡ് ലോ കമാൻഡായിട്ട് മാറുമ്പോൾ, അതായത് നമ്മൾ കൊച്ചു പിള്ളേർക്ക് വാഗ്ദാനം കൊടുക്കൂലേ, മുട്ടായി വാങ്ങിച്ചു തരാം, PP വാങ്ങിച്ചു തരാം എന്നൊക്കെ പറയുന്ന നിലവാരത്തിൽ ഓരോ കാലഘട്ടത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഓരോ നേതാക്കൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ അവർ തീർച്ചയായിട്ടും യുദ്ധത്തിന് വരും. ഇതിപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ തലയെണ്ണി അല്ല ഇത് ശരിക്കും നിശ്ചയിക്കേണ്ടത്. തലയെണ്ണി നിശ്ചയിക്കുകയാണെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എല്ലാവരോടും നിങ്ങൾക്ക് താല്പര്യമുള്ളവരുടെ പേരെഴുതി തരാൻ പറയുക, ഒരു പെട്ടിയിലിടുക, കേന്ദ്രത്തിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഈ പെട്ടി പൊളിച്ചിട്ട് 3 പേരെയും അല്ലെങ്കിൽ എത്ര പേര് വരുന്നോ അവരെ കൂടെ നിർത്തിയിട്ട് ചോദിക്കുക, അതാ നമ്പർ ഇത്രയൊക്കെയാണ്, KCക്ക് കിട്ടിയത് ഇത്രയാണ്, VDക്ക് കിട്ടിയത് ഇത്രയാണ്, രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടിയത് ഇത്ര വോട്ടാണ്, നിങ്ങൾക്ക് ബോധ്യമായല്ലോ, അതുകൊണ്ട് ഞങ്ങൾ സമ്മതിച്ചെന്ന് പറയാം. അപ്പോൾ അതല്ല ചെയ്തിരിക്കുന്നത്, ഇവരോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചോദിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഈ ചോദിച്ചത് ഇപ്പോൾ ഇവിടെ ശ്രീകുമാർ സാർ പറഞ്ഞ പോലെ ചോദിച്ചതാണോ ഉത്തരം പറഞ്ഞതാണോ ഇവർ കേട്ടത്, ഇതൊന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് എണ്ണമെടുക്കൽ തന്നെയാണ്. അത് എണ്ണമെടുക്കൽ തന്നെയാണ്. എണ്ണമെടുക്കാനാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എല്ലാവരുടെയും എഴുതി വാങ്ങിക്കുക, ഓരോ പേപ്പർ. അങ്ങനെ എഴുതി മേടിക്കുന്ന പതിവുമുണ്ടല്ലോ, എഴുതി ഒപ്പിട്ട് കൊടുക്കുന്ന പതിവുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യാമല്ലോ. അങ്ങനെ ചെയ്താൽ ഇതിനേക്കാൾ ഭംഗിയായിട്ട് ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് ഈ 3 പേർക്കും വെച്ചു കൊടുക്കാം. നിങ്ങൾക്ക് 3 പേർക്കും മുമ്പിൽ നോക്കുക, ഇതാണ് എവിഡൻസ് എന്ന് പറയാം. ഇനി ഇതിനേക്കാൾ ഹൈക്കമാൻഡിന്റെ റിപ്പോർട്ട് അല്ല, ഈ നിരീക്ഷകരുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ 3 നേതാക്കളോടും ഹൈക്കമാൻഡ് സംസാരിക്കും, നിങ്ങളുടെ പിന്തുണയെ പറ്റി സംസാരിക്കും, ഓരോരുത്തർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ സംസാരിക്കും. ഇതൊക്കെ ഉണ്ടാവുന്നതാണ്. അതുണ്ടാവും, പക്ഷേ അവർക്ക് ബോധ്യം വരണ്ടേ? ഇത് ഹൈക്കമാൻഡ് ഇപ്പോൾ ഹൈക്കമാൻഡിൽ നിന്ന് വരുന്ന ആളുകളിൽ ദീപാദാസ് മുൻഷി പാടില്ല എന്ന് പറഞ്ഞു എന്ന് പറയുന്ന സതീശൻ്റെ വിഭാഗം. അപ്പം അവർക്ക് തന്നെ ബോധ്യമില്ല ഈ അജയ് മാക്കൻ ആരുടെ കൂടെ നിൽക്കും എന്ന് ഉറപ്പുണ്ടോ? അപ്പോൾ ഉറപ്പില്ലാതെയാണ് ഇവരെല്ലാം നിൽക്കുന്നത്. ഈ വന്ന ആൾ വോട്ടാണെങ്കിൽ പ്രശ്നമില്ല, എന്നിട്ട് അത് കീറിക്കളയോ കത്തിച്ച് കളയോ ചെയ്താൽ പോരെ. പിന്നെ ഇതിനേക്കാൾ വലിയൊരു പ്രശ്നമാണ് ഈ ഘടകകക്ഷികളോട് ചോദിക്കുന്നതിന്. ഘടകകക്ഷികളോടല്ല ചോദിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഘടകകക്ഷികളിൽ നിന്ന് വന്ന ജനപ്രതിനിധികളോടാണ് ചോദിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ 102 പേര് ഇരുന്ന് വോട്ടിടുകയാണ് വേണ്ടത്, എങ്കിൽ കറക്റ്റായിരിക്കും. ഈ 102 പേരും ചേർന്ന് ഞങ്ങൾക്ക് ആര് വേണമെന്ന് വോട്ടിടുക, എന്നിട്ട് അത് പറഞ്ഞ് സമ്മതിപ്പിക്കുക. അപ്പം ഇതൊന്നും അല്ല സൊല്യൂഷൻ ഉണ്ടാക്കാനല്ല ഹൈക്കമാൻഡ് ശ്രമിക്കുന്നത്. ഹൈക്കമാൻഡിൻ്റെ മുഖ്യമന്ത്രിയുണ്ട്. ആ ഹൈക്കമാൻഡിൻ്റെ മുഖ്യമന്ത്രിയെ ജനങ്ങളുടെ മുഖ്യമന്ത്രിയെ വെട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ മുഖ്യമന്ത്രിയെ വെട്ടിക്കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുക, കെട്ടിയിറക്കുക എന്ന് പറയുന്ന പ്രവൃത്തിയാണ് എല്ലാ 2021 പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാൻ നിരീക്ഷകർ വന്നപ്പോൾ MLA-മാരുടെ കുറച്ച് MLA-മാരെ അന്നുണ്ടായിരുന്നുള്ളൂല്ലോ, അവരുടെ അഭിപ്രായം അറിയാൻ വേണ്ടി തലയെണ്ണുവാൻ വന്ന സമയത്ത് ഉമ്മൻചാണ്ടി ചോദിച്ചതാണ് നിങ്ങളുടെ മനസ്സിൽ ഉള്ളത് ആരാണ് എന്ന്. പക്ഷെ നിരീക്ഷകർ പറഞ്ഞു ഞങ്ങൾ തുറന്ന മനസ്സോടുകൂടിയാണ് വന്നിരിക്കുന്നത്. തലയെണ്ണിയപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു മുൻതൂക്കം. ചെന്നിത്തല ഇപ്പോഴും പറയുന്നുണ്ട് എനിക്കായിരുന്നുവല്ലോ അന്ന് MLA-മാരുടെ പിന്തുണ, പക്ഷെ ഞാനല്ലല്ലോ പ്രതിപക്ഷ നേതാവായത് എന്ന്. പക്ഷെ ഒടുവിൽ ഹൈക്കമാൻഡ് സതീശന് പ്രതിപക്ഷ നേതാവാക്കുകയായിരുന്നു. അപ്പോൾ ഹൈക്കമാൻഡിന്റെ മനസ്സിൽ ഒരാളുണ്ടായിരുന്നു. അപ്പോഴൊരു PP കൊടുത്തു, 26 നമുക്ക് മുഖ്യമന്ത്രി സ്ഥാനം വരികയാണെങ്കിൽ താങ്കൾക്ക് തരാമെന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. KCക്ക് കൊടുത്ത വാഗ്ദാനം ആയിരിക്കില്ല, VDക്ക് കൊടുത്തതായിരിക്കില്ല, രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്തു. ഇതൊക്കെ താൽക്കാലികമായ ലക്ഷ്യത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ ഹൈക്കമാൻഡ് ലോ കമാൻഡായി പോവുകയാണെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതാണ് VD സതീശൻ വനവാസത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞത്. VD സതീശൻ അറിയാം തൻ്റെ പിന്നിൽ നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ 102 സീറ്റ് ഉണ്ടാക്കി തരാൻ പ്രവർത്തിച്ചവർ കൂടുതൽ പേര് എൻ്റെ കൂടെയാണെന്ന്. നമ്മൾ ഈ വെസ്റ്റ് മിനിസ്റ്റർ പോളിസി അനുസരിച്ചായാലും പ്രതിപക്ഷ നേതാവ് മിനിസ്റ്റർ CM ഷാഡോ അല്ലേ നമ്മൾ പറയുന്നത്, ഷാഡോ CM ആണ് അത്.
അപ്പോൾ പിന്നെ അത് മാത്രമല്ല, അദ്ദേഹം ഷാഡോ സേമായിട്ട് നിൽക്കുകയല്ല, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ നയിക്കുന്നു. ആ ഇലക്ഷനിൽ അദ്ദേഹം ഈ 102 സീറ്റുകൾ കൊണ്ടുവരുന്നതിന് പ്രധാനമായി സഹായിച്ചു. ഇവിടെ ഘടകകക്ഷികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഘടകകക്ഷികളെല്ലാം ഒന്നിച്ച് കൊണ്ടുപോയി ടീം, അതാണ് അദ്ദേഹം പറയുന്നത്, ടീം ബിൽഡപ്പ് ചെയ്യുന്നതിൽ ഞാൻ സഹായിച്ചു എന്നത് കറക്റ്റാണ്. കാരണം ഈ ടീമിനെ ബിൽഡപ്പ് ചെയ്യുന്നതിൽ ടീമിൻ്റെ മനസ്സ് ഏതാണ്ട് ഒരുപോലെ കൊണ്ടുപോകുന്നതിനും സീറ്റ് ചർച്ചയിലൊക്കെ വലിയ പ്രശ്നങ്ങളില്ലാതെ കൊണ്ട് അവസാനിപ്പിക്കുന്നതിനൊക്കെ വി ഡി സതീശന് കഴിഞ്ഞിട്ടുള്ളതുപോലെ മറ്റു പലർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുണ്ട്. പിന്നെ പണമിറക്കിയതോ അല്ലെങ്കിൽ കൂടുതൽ MLA-മാരെ സ്പോൺസർ ചെയ്ത് ഇറക്കിയതോ ഒന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും ഗോകുമാർ സാർ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് ഇന്ന് KC ആണ്. അപ്പോൾ ആ KC തന്നെ ഒരു സംസ്ഥാനത്തിൻ്റെ 28 സംസ്ഥാനങ്ങളുള്ളതിൽ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാകാനായിട്ട് വരുന്നത് ശരിയാണോ എന്നൊരു വലിയ ചോദ്യവും അവിടെ നിലനിൽപ്പുണ്ട്. പിന്നെ ഇതിനെല്ലാം ഉപരി ജനങ്ങളുടെ ആഗ്രഹം നമ്മൾ പറയുന്നത്, ജനങ്ങളുടെ ആഗ്രഹത്തേക്കാൾ പ്രധാനം ഇവിടെ എന്താണ്, ഘടകകക്ഷികളുടെ ആഗ്രഹം എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഘടകകക്ഷികളെ MLA-മാരെ വിളിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്തറിയാമോ? ഘടകകക്ഷികളുടെ ആഗ്രഹം വ്യത്യസ്തമാണ്. ഘടകകക്ഷി ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ആഗ്രഹം മുസ്ലിം ലീഗിൻ്റെ മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ളവരുടെ ആഗ്രഹമാണ് മുസ്ലിം ലീഗ് പ്രകടിപ്പിക്കുക. കേരള കോൺഗ്രസിൻ്റെ ആഗ്രഹം കേരള കോൺഗ്രസിൻ്റെ മാത്രമല്ല, സെനഡിൻ്റെയും സഭയുടെയും ആഗ്രഹമായിരിക്കും അവർ പ്രകടിപ്പിക്കുക. ഇങ്ങനെ പല കാര്യങ്ങളുണ്ടെന്നേ. പിന്നെ ഇതെല്ലാം ജയിപ്പിച്ചത് ജനങ്ങളാണെന്ന് വെച്ചാൽ ജയിപ്പിച്ചത് ജനങ്ങളല്ല. ജയിപ്പിച്ചത് ഞാൻ മുമ്പും പറഞ്ഞ പോലെ ഒരു 80 സീറ്റിൽ 85 സീറ്റിലെങ്കിലും ജയിപ്പിച്ചിട്ടുള്ളത് ഇവിടുത്തെ പിന്നോക്കക്കാരാണ്, ന്യൂനപക്ഷങ്ങളാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് പോലും കണ്ടില്ല, വട്ടിയൂർക്കാവിൽ K. മുരളീധരൻ പിന്നിൽ നിന്നു. മുന്നിൽ വന്നത് എപ്പോഴാണ്? ക്രിസ്ത്യൻ വിഭാഗങ്ങൾ കൂടുതലുള്ള വാർഡുകൾ എണ്ണിയപ്പോഴാണ് അദ്ദേഹം മുന്നിൽ വന്നത്. അതുവരെ അദ്ദേഹം പിന്നിലായിരുന്നു. VK പ്രശാന്ത്. പിണറായി വിരുദ്ധതയാണ് കൂടുതലും പ്രകടമായത്. ന്യൂനപക്ഷങ്ങളും അത് കൈയയച്ച് സഹായിച്ചു UDF-നെ. ചില സ്ഥലങ്ങളിൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വന്നുകൊണ്ട് 102 കിട്ടി, ഇല്ലെങ്കിൽ ഒരു 75-80 കിട്ടുമായിരുന്നു. അതേ ഉള്ളൂ വ്യത്യാസം. ശ്രീ N. ശ്രീകുമാർ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.